ഫക്രുച്ചാന്റെ വോയിസ് എന്ന് പറഞ്ഞാല് നമസ്കാരം, ഒരുപാട് സന്തോഷം, കുറെ കാലമായി, ഇങ്ങനെയുള്ള ടോണാണ്. പക്ഷെ ഇതിലൊരു ഗായിക ഒളിഞ്ഞെടുപ്പുണ്ട്. അതെങ്ങനെയാണ്? നമ്മളെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ടോണായിട്ട്. നമസ്കാരം, ഒരുപാട് സന്തോഷം, കുറെ കാലമായി, സ്വപ്ന സുന്ദരി നാന്താനേ, എൻ സ്വപ്ന ലോക നീന്തേൻ താനേ. ഒരു ഫേമസ് ഡയലോഗ് കാണിച്ചു തരാം. ആ ഡയലോഗ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒച്ചയിൽ അതൊന്നും മാറ്റി തരണം. മനസ്സിലായോ? ശ്രമിക്കാം. അപ്പൊ ആദ്യത്തെ ആള് പോരട്ടെ. ഇത് നമുക്കറിയാലോ, നമ്മുടെ ആട് തോമയുടെ ഡയലോഗ്. പക്ഷെ ബേസിൽ ജോസഫ് പറയണം. ഭീമന്റെ ചേട്ടനോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. നിന്റെ പിരിയുമാ മുറിക്കിരിങ്ങ തോമ കാക്കൊരു ഷവറും ചെയ്യും. ഉറപ്പിക്കാവോ? എന്താ തോമ മുടിയൊന്ന് നീട്ടി വളർത്തും സോമപുളിക്ക് ചിരക്കാൻ. അപ്പൊ നസ്ലിൻ നമ്മുടെ ഭരത് ചന്ദ്രൻ IPS അനുകരിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോപേദ്യമാണ്. അതൊന്ന് ട്രൈ ചെയ്യാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോമേദ്യം കൂട്ടിക്കഴിച്ച് 4 നേരം വൃഷ്ടാംഗം വെട്ടി വീഴുന്ന ആസനത്തിലേമ്പങ്കപ്പെട്ടിരിക്കുന്ന നിന്നെ പൊള്ളൂച്ചാലിൽ ഡയലോഗ് ചേരൂ. എനിക്ക് ചേരില്ല. അയാം ഭരത്ചന്ദ്രൻ നസ്ലിൻ. എന്റെ പൊന്നെ, നസ്ലിനോട് തന്നെ പറഞ്ഞായിരുന്നോ ഇങ്ങനെയൊക്കെ പോയിരുന്നു? അങ്ങനെയായിരുന്നു സമ്മതിക്കില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, കൊച്ചു പ്രേമന്റെ ശബ്ദം അനുകരിക്കുന്ന ആളാണ്. അതെ, പ്രേമചേട്ടനെ തന്നെ ആദ്യമായിട്ട് ഞാൻ കോമഡി ഉത്സവവേദിയിൽ കൊച്ചു പ്രേമചേട്ടന്റെ ശബ്ദമാണ് അനുകരിച്ചത്. അദ്ദേഹം വിളിച്ച് നോർമലി സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു അതാണ് ഏറ്റവും വലിയൊരു. ഈ ഒറ്റ തവണ ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലേക്ക് കിട്ടുമോ ഇങ്ങനെയാണ് ഇവര് സംസാരിക്കുന്നത്? ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ശ്രമിക്കാമെന്ന്. ആദ്യം നമ്മൾ മോഡുലേഷൻ പഠിക്കും, അവരുടെ മോഡുലേഷൻ സ്റ്റൈലൊക്കെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇമിറ്റേഷൻ ചെയ്യും. എന്നിട്ട് ഡബ് ചെയ്ത് പഠിക്കും. ഡബ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ പതുക്കെ അങ്ങനെ വരും. അപ്പൊ നമുക്ക് കൊച്ചുപ്രേമൻ ചേട്ടൻ അമരത്തിലെ മമ്മൂക്ക ആയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കാം. ഡയലോഗ് ഏതാ? നമ്മളെ ചിരിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ് അതൊരു ചെറിയ ഡയലോഗ്. ചെയ്യോട്ടെ ചിരിക്കുന്ന കണ്ട സമാധാനിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അത് നമ്മളെ ഒരാളുടെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബോഡിയും കൂടെ അങ്ങനെ മാറുകയാണല്ലേ, മൊത്തത്തിലൊരു മാറ്റം വരുന്നത്. ചില വോയിസുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക, ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ടോൺ കിട്ടും. വേറൊരാളുടെ ആരാളുടെ? വിജയ് സേതുപതി സാർ. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? எல்லாரும் எப்படி இருக்கீங்க? வீணா எப்படி இருக்கீங்க? நான் பார்த்துருக்கேன், உங்கள் இன்டர்வியூஸில் பார்த்துருக்கேன், ரொம்ப நல்லா இருக்குது. உங்களை ட்ரோல் எல்லாம் பார்த்துருக்கேன், அதுவும் நல்லா இருக்குது. எப்படி இருக்கீங்க? அப்படியா? தமிழ் பேசுறது தெரியாது அது இருக்கு. உங்களோட மகன் கேட்டு பார்த்து புரிஞ்சுது. நம்ம விஷயத்துக்கு ஆசை பண்ணோன்னா அதுக்கு ட்ரை பண்ண தோற்று போன தப்பு இல்லை. ட்ரை பண்ணாமல் இருக்க தோல்வி நடக்குது. ஸோ ட்ரை பண்ணுறதுக்கு தோற்று போன பிரச்சனை இல்லை. விடும் டு இம்ப்ரெஸ் சிவில் അടിപൊളി അടിപൊളി. അതായത് നമുക്കിങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു ഡയലോഗ് അല്ലല്ലോ.